KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി യാത്ര ഇന്ന് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കും. ഉച്ചയ്ക്ക് ശേഷം വടകരയിലും കോഴിക്കോട് കടപ്പുറത്തുമാണ് പൊതുസമ്മേളനങ്ങൾ. ഇന്ന് രാവിലെ ജനകീയ സദസ്സും നിശ്ചയിച്ചിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ ചേരുന്നു വിശദാംശങ്ങളുമായി. അരുൺ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. സമരാഗ്നി ഇന്ന് കണ്ണൂർ ജില്ലയിലെ പര്യടനം ഇന്നലെ പൂർത്തീകരിച്ചിരുന്നു. 2 പൊതുസമ്മേളനങ്ങളാണ് കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരുന്നത്. മട്ടന്നൂരിലും അതോടൊപ്പം തന്നെ കണ്ണൂർ നഗരത്തിലുമായിരുന്നു പൊതുസമ്മേളനങ്ങൾ. അതിനുശേഷം ഇന്ന് കണ്ണൂരിൽ ഈ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ദുരിതം അനുഭവിക്കുന്ന വിഭാഗങ്ങളിലെ പ്രതിനിധികളുമായി KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും കൂടിക്കാഴ്ച നടത്തും. അവരുടെ പരാതികൾ കേൾക്കും. ഇന്നലെ കാസർഗോഡും അത്തരത്തിലുള്ള സദസ്സുകൾ ഉണ്ടായിരുന്നു. അവിടെ എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉൾപ്പെടെ അവിടെ ആ സദസ്സിൽ പങ്കെടുക്കുകയും അവരുടെ പരാതികൾ ഇവർ കേൾക്കുകയും ചെയ്തിരുന്നു. അതിൽ ഈ നവകേരള സദസ്സിൽ സർക്കാർ പൗരപ്രമുഖരുമായി അത്തരം കൂടിക്കാഴ്ച നടത്തി, ഞങ്ങൾ നടത്തുന്നത് സാധാരണക്കാരാണ്, അല്ലെങ്കിൽ വേദനിക്കുന്നവരും ദുരിതം അനുഭവിക്കുന്നവരുമായാണ്, അവരുടെ പരാതിയാണ് കേൾക്കുന്നത് എന്ന അവകാശവാദമാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്. അത്തരത്തിലുള്ള സദസ്സാണ് ഇന്ന് 11 മണിക്ക് കണ്ണൂരിൽ നടത്തുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോട് ജില്ലയിലേക്ക് സമരാഗ്നി യാത്ര പ്രവേശിക്കും. അവിടെ ആദ്യം വടകരയിലും പിന്നീട് കോഴിക്കോട് കടപ്പുറത്തുമാണ് അതിൻ്റെ ഇന്നത്തെ പൊതുസമ്മേളനങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു കാര്യം പറയേണ്ടത്, കഴിഞ്ഞ നവകേരള സദസ്സിന് ശേഷം തൊട്ടു പിന്നാലെ കോൺഗ്രസ് സംഘടിപ്പിച്ച UDF സംഘടിപ്പിച്ച കുറ്റവിചാരണ സദസ്സ് ഈ ശോഷിച്ച പങ്കാളിത്തം കൊണ്ട് വലിയ വിമർശന വിധേയമായിരുന്നു. വലിയ രീതിയിൽ പങ്കാളിത്തം ഒരു കേന്ദ്രങ്ങളിലും ഉണ്ടായിരുന്നില്ല എന്ന വിമർശനം ഉയർന്നിരുന്നു. അതിന് വിഭിന്നമായിട്ടുള്ളൊരു കാഴ്ച കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിൽ സംഘടനാതല ഒരുക്കങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ പ്രചാരണമാണ് കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിലെ സംഘടനാ സംവിധാനങ്ങൾക്ക് അപ്പുറത്തേക്ക് അവിടെ വലിയ ജനപങ്കാളിത്തം ഉദ്ഘാടന സദസ്സിലുണ്ടായിരുന്നു. ഇന്നലെ കണ്ണൂർ ജില്ലയിൽ 2 കേന്ദ്രങ്ങളിലും വലിയ രീതിയിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. ഇന്ന് കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയായിട്ടുള്ള രാഷ്ട്രീയ പ്രതിരോധം ശക്തമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചും സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചുമുള്ള പ്രതികരണങ്ങൾ, പ്രസംഗങ്ങളാണ് പൊതുസമ്മേളനങ്ങളിൽ നേതാക്കൾ നടത്തുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംഘടനാ സംവിധാനം സജ്ജമാക്കുക, അണികളെ പരമാവധി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് എത്തിക്കുക എന്ന സംഘടനാ ഉത്തരവാദിത്വം കൂടി ഈ സമരാഗ്നിയിലൂടെ നിർവഹിക്കപ്പെടുന്നു. അത്തരത്തിലുള്ള ലക്ഷ്യം കൂടി കോൺഗ്രസിനുണ്ട്. ആ രീതിയിലുള്ള പ്രചാരണവും ക്രമീകരണങ്ങളുമാണ് കോൺഗ്രസ് നേതൃത്വം നടത്തിവരുന്നത്. എന്തായാലും കോഴിക്കോടും വലിയ വിജയമാകുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വം പങ്കുവെക്കുന്നത്. ഇന്ന് 11 മണിക്ക് ഇവിടുത്തെ സദസ്സ്, അതായത് ഈ പരാതി കേൾക്കുന്ന സദസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോട് ജില്ലയിലേക്ക് സമരാഗ്നി യാത്ര പ്രവേശിക്കും. ഓക്കെ, താങ്ക് യു അരുൺ പൂപ്പറമ്പ. എന്തായാലും സമരാഗ്നി യാത്ര വളരെ വിജയകരമായി നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.